ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കുഞ്ഞു പെൻസിൽ കൊണ്ട് കിടിലൻ ഒരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മക്കൾ എഴുതുമ്പോൾ ഇതുപോലെ മുനയൊക്കെ ഒടിഞ്ഞ് പിന്നെ എഴുതാൻ പറ്റാതെ കളയുന്ന പെൻസിലുകളുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളർ പെൻസിലും സാധാ പെൻസിലും ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളൊക്കെ പഠിക്കുന്ന വീടുകളിലാണെങ്കിൽ ഇതുപോലത്തെ പെൻസിലുകൾ ധാരാളം കാണും. ഇത് കളയാതെ വെച്ചിരുന്നാൽ കിടിലൻ ഡെക്കോർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസാണ്. കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിനുള്ളത് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പമുള്ള റൗണ്ട് വേണ്ട, എന്തെങ്കിലും ഒരു കുഞ്ഞു മൂടി കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു പീസും കൂടി വേണം. നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത റൗണ്ട് ഷേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഓരോ പെൻസിലും ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതുമുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒരേ സൈസിലുള്ളത് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടുകയില്ല. ഇടയ്ക്ക് ഒട്ടിച്ചു കൊടുത്താലേ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. വലിയ പെൻസിൽ ഞാൻ ഇതിനായിട്ട് എടുത്തത് അതിൻ്റെ മുനമ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നമുക്ക് എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത്. കണ്ടോ, ഇതാ ഇതുപോലെ ഫുള്ളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത അടുത്ത പീസ് കാർഡ്ബോർഡ് പീസും കൂടി ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കാൻ ഈസിയല്ലേ. പെൻസിലും കാർഡ്ബോർഡ് ബോക്സും എല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഈ പശയെല്ലാം നന്നായി ഡ്രൈ ആയി ഒട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലൂ കളർ പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കാണാൻ പറ്റുന്ന സൈഡ് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, മറു സൈഡിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഇത് ഫുള്ളും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിൻറ്റ് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ഇവിടെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ വീഡിയോയിൽ നല്ല സൗണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുത്ത ആ സെൻറ്ററിലുണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു ബീഡ്സുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്താലും മതി. ഫെവിക്കോൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒട്ടിച്ചാൽ ഇത് നല്ലതുപോലെ തന്നെ ഒട്ടിക്കിട്ടും. ഞാൻ പിന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി സൈഡിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വൈറ്റ് നിറത്തിലുള്ള കുഞ്ഞു ബീഡ്സുകൾ ഒട്ടിച്ചു കൊടുക്കാം.
ഇങ്ങനെ സെൻറ്ററിൽ ഫുള്ളും മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പെൻസിലിൻ്റെ തുമ്പ് പോർഷനിൽ ഇതുപോലെ പിസ്തയുടെ തോട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോ പെൻസിലിൻ്റെ മുനയിലും നമുക്ക് ഇതുപോലെ ഓരോ പീസുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ 3 ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ ഓരോന്ന് വീതം മാത്രമാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ പിസ്തയുടെ തോടിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ ഗോൾഡൻ കളർ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയേ. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പിസ്തയുടെ ഷില്ലിന് വേറെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണമേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഭിത്തിയിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കിടിലൻ ഒരു വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ, കാണാനും ഭംഗിയുണ്ട്. കുഞ്ഞു മക്കൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ കുഞ്ഞു പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.